അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് രണ്ടാമത്തെ സിനിമ നമ്മൾ പോയി കണ്ടിരിക്കുകയാണ്. തമിഴിൽ നിന്ന് വന്നിരിക്കുന്ന ബ്ലാസ്റ്റ്. നമ്മുടെ ആക്ഷൻ കിങ് അർജുൻ്റെ ഒരു തിരിച്ചുവരവ് എന്ന് പറഞ്ഞാണ് വരുന്നത്. പിന്നെ അഭിരാമി, പ്രീതി മുകുന്ദൻ, ഇവർ 3 പേരാണ് മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ട്രെയിലർ കണ്ടാൽ മനസ്സിലാവും ഇതൊരു പക്ക ആക്ഷൻ പടം എന്നുള്ളൊരു വൈബിലാണ് അവർ തന്നെ ട്രെയിലർ ഇറക്കിയിരിക്കുന്നത്. ഫാമിലി ആക്ഷൻ പടം. അതെ, ഫാമിലി ആക്ഷൻ പടം. സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു രസമുള്ള പടം, അതായത് ഒരു ഫണ്ണുള്ള പടമാണ്. അത് ആക്ഷൻ സീക്വൻസുകൾ, കുറച്ച് രസമുള്ള കുറച്ച് ആക്ഷൻ സീക്വൻസുകളുണ്ട്. ഓവറോൾ കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ട്രെയിലർ കണ്ടാൽ എന്താണ് തോന്നുന്നത് അത് തന്നെയാണ് പടം. അതിൻ്റെ ഒരു എക്സ്പാൻഡ് വേർഷൻ. അപ്പം ഇന്നിറങ്ങിയ 2 ആക്ഷൻ പടം എടുത്താലും, കാട്ടാളനും ബ്ലാസ്റ്റും എടുത്താലും, രണ്ടും ട്രെയിലർ കണ്ടാൽ എന്താണോ തോന്നുന്നത്, അത് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പാൻഡഡ് വേർഷൻ. ഇൻഫാക്ട് ഇന്നിറങ്ങിയ 2 സിനിമയ്ക്ക് കുറച്ചധികം സാമ്യമുണ്ട്. അതായത് രണ്ടും ആക്ഷൻ മുൻനിർത്തി, കഥ ഒരു ബേസിക് പ്ലോട്ട് ലൈനിൽ വലിയ ആക്ഷൻ സീക്വൻസ് ഉറപ്പുവരുത്തും എന്നും പറഞ്ഞ് ഇറങ്ങിയ 2 സിനിമകളാണ്. രണ്ടിന്റെയും രണ്ടിന്റെ ഒരു കോമൺ ഫാക്ടർ, രണ്ടിന്റെ ഏറ്റവും വലിയ പോരായ്മ റൈറ്റിംഗ് ആണ്. പിന്നെ രണ്ടിന്റെ ഡയറക്ടേഴ്സിന്റെ ഫസ്റ്റ് ടൈം പടമാണ്. രണ്ടും ഈ പറയുന്ന പോലെ അതിന്റെ നായകനായിട്ട് അഭിനയിക്കുന്ന ആക്ടേഴ്സിന്റെ ഒരു ആക്ഷൻ കംബാക്ക് പ്രോമിസ് ചെയ്തുകൊണ്ട് ഇറക്കിയ സിനിമകളാണ്. ഒന്നിന് ഉള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനാണ്. അതിപ്പുറത്തില്ല. ഒരു വലിയ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ മച്ച് ബെറ്റർ പ്രൊഡക്ഷൻ ഉണ്ട്. ഈ ഏജിയസിനെ പോലെ വലിയ പ്രൊഡക്ഷൻ കമ്പനി തന്നെയാണ് ഇതിന്റെ മനസ്സിലായി. പക്ഷേ അതെ, ഈ പടത്തിന്റെ ബജറ്റ്, ബിക്കോസ് അത് അവർക്ക് ഇത് മെയിൻ ഒരു ഭയങ്കര ഫുട്ബോൾസ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളൊരു നടനോ ആൾക്കാരോ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിന് ബജറ്റ് വളരെ കൺസ്ട്രെയിന്റ് ആയിട്ടാണ് ബജറ്റ്. അപ്പം അതെ, ആ ഒരു സെക്ഷൻ. അപ്പൊ ഈ പറയുന്ന പോലെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, മേക്കപ്പ്, കോസ്റ്റ്യൂമിങ്, ലൈറ്റിങ്, ഇങ്ങനെ അതിന്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിൽ കുറെ കൂടെ ബജറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉണ്ടാവാൻ സാധ്യത ഉള്ളതിനേക്കാൾ മികച്ചൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ഇനിയിപ്പോൾ ഈ കാട്ടാളുടെ കേസ് എടുക്കുവാണെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ കാരണം തന്നെ അതിന്റെ ഒരു വീക്ക് റൈറ്റിങ്ങും ഡയറക്ഷനും കുറേയൊക്കെ അവർക്ക് മറക്കാൻ സാധിച്ചു എന്ന് പറയുന്ന പോലെ ഇത് നേരെ തിരിച്ചാണ്. ഇത് അത്യാവശ്യം രസകരമായൊരു സംഭവം അതിനകത്തുണ്ട്. അതിനെ കുറെ കൂടെ ബൂസ്റ്റ് ചെയ്യാൻ ഈ പ്രൊഡക്ഷൻ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് സഹായിച്ചേനെ. എനിക്ക് ഈ പടത്തിൽ ഫീൽ ചെയ്തത്, ഇതിനകത്ത് മറ്റേ ഒരു സിമ്പിൾ ലൈൻ ഓഫ് സ്റ്റോറി ആയിരുന്നെങ്കിൽ ഈ പടം കുറെ കൂടി രസമായിരുന്നു തന്നെ. ഇതിപ്പോൾ ഇവർ ഈ നമ്മുടെ എനിമീസ് അല്ലെങ്കിൽ വില്ലൻ ക്യാരക്ടേഴ്സിനെ കുറച്ച് ഡെവലപ്പ് ചെയ്യാൻ പോയി. നീ പറഞ്ഞ പോലെ മറ്റേ റൈറ്റിംഗിന്റെ ഒരിടത്ത് റൈറ്റിംഗ് കുറവാണ്, ഇത് കുറച്ച് ഓവർ റിട്ടൺ. അതാണ് പറയാൻ വന്നത്. അതായത് ഓവർ എക്സ്പ്ലെയിനിങ്. അതായത് ഇപ്പൊ ഒരു സിനിമയ്ക്കകത്ത് അവര് ഒരു ലോജിക്ക് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ ലോജിക്ക് വേണ്ടേന്ന് ഇവരുടെ തലയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അതിനുവേണ്ടി ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, ഓരോന്നിനും ഞങ്ങളുടെ കയ്യിലൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ സിനിമ കാണാൻ പോകുന്ന എക്സ്പെക്ടേഷൻ, പലരുടെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ആ കുടുംബം എങ്ങനെ ഈ സംഭവം ഫേസ് ചെയ്യും. അതും കൂടെ പറഞ്ഞപ്പോൾ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ കുറച്ചധികം സിനിമകളിൽ ഒരു കുടുംബത്തിന് വേണ്ടിയാണെങ്കിൽ എന്ത് പോക്കൃത്തിലും കളിക്കുക. ശരി, അതിനെ വെച്ച് ബ്ലാക്ക് കോമഡി പടമുണ്ട്, സീരിയസ് പടമുണ്ട്, പലതരം സംഭവങ്ങൾ ഒരു കുടുംബത്തിന് വേണ്ടി. അതായത് എന്തോ ഒരു പുതിയ ഫോർമുല ക്രാക്ക് ചെയ്ത് നേരത്തെയും ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പുതിയ ഫോർമുല, ആക്ഷൻ, ഇച്ചിരി ബ്ലാക്ക് കോമഡി, ഒരു ഫാമിലി സെന്റിമെന്റ്സ്, ഇതൊക്കെ ഒരു പ്രത്യേക അളവിൽ ചേർത്താൽ ഒരു വിജയ ഫോർമുല ഉണ്ടെന്ന് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ പല വേർഷൻസ്, ഇപ്പം ഞാൻ ദൃശ്യം കുറച്ച് കാലമായിട്ട് അതിൻ്റെ ഇപ്പം ദൃശ്യം 3യുടെ കളക്ഷൻ വെച്ചിട്ട് പോലും നമുക്ക് പറയാൻ പറ്റും ആ ഫോർമുല ഇപ്പോഴും പക്കാ വർക്കിംഗ് ആണ്. ഈ പറയുന്നത് നമ്മുടെ മോഹിനിയാട്ടം ഭരതനാട്യം സീരീസ്, ഭരതനാട്യം അല്ലേ, മോഹിനിയാട്ടം സ്പെഷ്യലി ആ സീരീസ്. ഇപ്പോൾ ബ്ലാസ്റ്റിലാണേലും നമ്മൾ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തത് ദൃശ്യത്തിന്റെ ഒരു മാസ് വെർഷൻ. ഇപ്പൊ ദൃശ്യത്തിനകത്ത് നമ്മുടെ അർജുൻ സർജയെ കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കും, അതാണ് മറ്റേ മകള് കരാട്ടെ മാസ്റ്ററുടെ മോളും കരാട്ടെ. ഇപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞായിരുന്നു ലാലേട്ടനെ വല്ല ആയിരുന്നെങ്കിൽ അഞ്ജുവിനെ വിളിച്ച് പറയും കട് പടിക്ക് പോലീസ് വരുമ്പോഴേക്ക് ഫിറ്റ് വന്ന് വീഴുന്ന പരിപാടിയല്ലേ ഇത്, കാല് മടക്കി ഒറ്റ കിക്ക് എന്ന് പറയുന്നല്ലേ. പക്ഷേ ഈ പടത്തിൽ ഏറ്റവും പോരാൻ പറ്റില്ല, ഒരു സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സിനെ മൊത്തം അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് വിടും. ഇവരെന്താണ്, ഇവർക്ക് എന്ത് കഴിവുണ്ട്, ഇവരെ കൊണ്ട് എത്ര പേര് അടിക്കാൻ പറ്റും, ഇതൊക്കെ നമ്മൾക്ക് ആദ്യമേ കാണിച്ചില്ല. അല്ല, അതിനൊരു ഉദ്ദേശമുണ്ട്. അതായത് നമ്മൾ മറ്റേ അതൊരു ടെംപ്ലേറ്റ് ഫോർമുലയാണ്. അതായത് നമുക്ക് ആദ്യം കാണിച്ചു തരാണ് ഈ ക്യാരക്ടറിന് ഇത്രയും പേര് അടിക്കാം, ഇനി ഈ ക്യാരക്ടർ ഇത്രയും പേര് അടിച്ചാൽ നമ്മൾ ചോദ്യം ചെയ്യാൻ പോകില്ല എന്നുള്ള ഈ ഒരു ഐഡിയയിലാണ്. പക്ഷെ
അങ്ങനെ അല്ലായിരുന്നു അപ്രോച്ച് ചെയ്യേണ്ടിരുന്നെന്ന് ഈ സിനിമ കാണാൻ തോന്നുന്നു. അത് ഒരു രീതിയാണ്. അതായത് നമ്മളത് പറയുവാണ് ഇന്ന കഴിവുകൾ ഇന്ന ആളുകൾക്കുണ്ട്, അതിന് മറിച്ച് ഈ കഴിവ് നമ്മൾ ഡിസ്കവർ ചെയ്യുന്ന ഒരു സീക്വൻസിലായിരുന്നു കുറെ കൂടെ ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ഈ പടത്തിന്റെ ലെങ്തും എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറോളം കുറച്ച് ടൈറ്റ് പടം മൊത്തത്തിൽ 2-2.5 മണിക്കൂർ എന്തോ, പക്ഷെ ആ സ്റ്റാർട്ടിങ് തന്നെ ഒരു അരമണിക്കൂർ സെറ്റ് ചെയ്ത് വരാൻ. പടത്തിന്റെ ബിഗിനിങ് കഴിഞ്ഞാല് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് നേരത്തേക്ക് പടം കുറച്ചൊന്ന് ഇവർ ഈ എക്സ്പ്ലനേഷന് പോയി വില്ലന്റെ സ്റ്റോറിയും പരിപാടിയൊക്കെ വന്നപ്പോഴേക്കും കുറച്ച് സമയം എടുക്കുന്നു. അതെ, 2 പാരലൽ സ്റ്റോറി ലൈൻസ് ഉണ്ട്. ഇതിപ്പോ വില്ലൻ ഈ കുടുംബത്തിന്റെ ഒരു ബാക്ക് സ്റ്റോറി പറഞ്ഞിട്ട് ഈ വില്ലന്മാരെ ഇവര് തമ്മിൽ കണ്ടുപിടിക്കണം. അതായത് വില്ലൻ, ഒരു പോലീസുകാരൻ, ഒരു മറ്റേ പൊളിറ്റീഷ്യൻ, അങ്ങനെ കുറച്ചധികം ആൾക്കാരുടെ അവരുടെ കംപ്ലീറ്റ് സ്റ്റോറി. അതായത് വേറൊരാൾ ഇവിടെ ചേരാൻ വരുന്നു, ഈ പോലീസുകാർ ഇവിടെ ഈ കണക്ഷൻസ് ഒക്കെ. അതായത് അത് ഉദ്ദേശിക്കുന്ന മറ്റേ മൾട്ടിപ്പിൾ ട്രാക്സ് ഉണ്ടാക്കിയിട്ട് ഇതൊരു പോയിന്റിൽ വന്ന് ജോയിൻ ആവും. അപ്പൊ ആ ജോയിൻ ആവുന്നത് വരെ ഇത് കുറച്ച് നമുക്ക് ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യാം, ഇത് എന്താണ് നടക്കുന്നത് ഇങ്ങനെ. അതെ, പക്ഷെ അവിടെ എനിക്ക് തോന്നിയത് ഇവര് ഈ ഫാമിലിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഫോഴ്സ്ഫുള്ളി ഇൻസിഡൻസ് ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കുക. മറ്റേ എക്സ്പ്ലനേഷൻ കാരണം തോന്നുന്നു സംഭവിച്ചു വരുന്നെങ്കിൽ അതൊരു ഇൻസിഡന്റ് പോലെ. അതെ, കാരണം ആദ്യം കണ്ടപ്പോൾ ഈ വില്ലന്മാർ എങ്ങനെയായിരിക്കും ഈ കുടുംബമായിട്ട് ചേരുന്നത് നമ്മൾ ചിന്തിക്കും. പക്ഷെ അതിങ്ങനെ കറങ്ങി വരുന്നത് മറ്റേ വേറൊരു ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു ആ ഐഡിയ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. പക്ഷെ നമ്മുടെ മുമ്പിലേക്ക് ഇത്രയും ഓവർ എക്സ്പ്ലെയിൻ ആയിട്ട് ഈ സാധനം വരുമ്പോഴത്തേക്കും നമ്മൾ ടയർഡ് ആവും. അത് തന്നെ എനിക്ക് തോന്നുന്നു 50-50 ക്രൗഡ് ആയിരിക്കും. ഈ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഈ സിനിമ കുറെ കൂടെ വർക്ക് ആവുന്ന ഒരു ക്രൗഡ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. പക്ഷെ അതായത് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പറയാൻ ചാൻസ് ഉണ്ട് ഒരു പുതിയ പരിപാടിയാണല്ലോ. കാരണം ഇപ്പം നമ്മുടെ ഇതായിരുന്നു മഹേഷിന്റെ പ്രതികാരം, അപ്പൊ അതിനകത്തൊരു എന്തോ പറയുന്ന ഒരു എഫക്ട് ഇല്ല, ഇങ്ങനെ ഒരു സ്ഥലത്ത് തുടങ്ങി ബട്ടർഫ്ലൈ എഫക്ട്. അത് ചെറിയൊരു സംഭവത്തിന് തുടങ്ങിയിട്ട് അത് വലിയൊരു പ്രശ്നമായി മാറും. ചെറിയൊരു സാധനം തുടങ്ങി നമുക്ക് എത്തേണ്ടത് മഹേഷിലാണ്, പക്ഷെ നമ്മള് മഹേഷുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരിടത്ത് തുടങ്ങി. പക്ഷേ ഇവിടെ ഒരു ബട്ടർഫ്ലൈ എഫക്ട് അല്ല ആക്ച്വലി. അത് മനസ്സിലായി. അതിപ്പോ ഈ റൈറ്റിംഗിൽ പുള്ളും ഇനിഷ്യൽ ഐഡിയ അതായിരിക്കും. ഇവിടെ ബട്ടർഫ്ലൈ എഫക്ട് ഉണ്ട്, പക്ഷെ അത് വരുന്നത് ആ രീതി അങ്ങനല്ലല്ലോ. അല്ല, അത് തന്നെ സെയിം ബട്ടർഫ്ലൈ എഫക്ട് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതാണ് ഐഡിയയും അതാണ് ഇവരുടെ റൈറ്റിങ്ങും. പക്ഷെ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ഈ നമുക്ക് ഒരു പരിചയം കുറേ സംഭവങ്ങൾ നടക്കുകയാണ്. അപ്പം നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ആദ്യമേ കുറേ സംഭവം ഇവരെ കാണിച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് നിർത്തിയിരിക്കുക. എന്നിട്ട് ഇവർ മറ്റേ ഈ ബട്ടർഫ്ലൈ എഫക്ട് ഉണ്ടാക്കാൻ പോയതാണ്. അത്രയും സമയം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബട്ടർഫ്ലൈ എഫക്ട് ഭയങ്കരമായിട്ട് ഫോഴ്സ്ഫുള്ളി നമുക്ക് ഫീൽ ചെയ്യും. അല്ല, എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ആ വില്ലന്മാരുടെ സ്റ്റോറി ലൈൻസ് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ, ഒന്നെങ്കിൽ ഇവൻ പറഞ്ഞ പോലെ ആ മെഡിക്കൽ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ ഈ വില്ലന്മാരിൽ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. ഇപ്പൊ ഇവരുടെ ഇൻട്രൊഡക്ഷൻ കാണിക്കുക. കാരണം സംഭവം എന്ന് വെച്ചാൽ ഫൈറ്റ് ഉണ്ടേ പടത്തിൽ എന്ന് പറഞ്ഞിട്ട് 2 ഫൈറ്റ് തുടക്കം കാണിക്കും. അത് രണ്ടും രസമുണ്ട്, അതിനകത്ത് നല്ല പരിപാടികളുണ്ട്. പക്ഷെ പിന്നെ അത് മിസ്സാവുന്നതിന്റെ ഒരു ഫീലാണ് ഈ ബട്ടർഫ്ലൈ എഫക്റ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റാതെ. മറ്റേ മറിച്ച് ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് തുടങ്ങി അവിടെ ഒന്ന് എൻഡ് ചെയ്തിരുന്നെങ്കിലും വലിയ സീനില്ലായിരുന്നു, നമുക്ക് പെട്ടെന്ന് അവിടെ എത്തായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നിയത് മറ്റേ ആ മെയിൻ ഇവന്റ് ഉണ്ടാകുന്ന പ്രശ്നം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഈ പടം സ്റ്റാർട്ട് ചെയ്താൽ പോലും നമുക്ക് ഇതെല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റും പടത്തിനകത്ത്. അതായത് എനിക്ക് തോന്നുന്നു അത് കുറെ കൂടി കുറച്ച് കാര്യം, അതായത് കുറച്ച് നമുക്ക് ഈ ബാക്കിയുള്ള ഇവരുടെ ഇത്രയും വലിയ സ്റ്റോറികളിൽ കുറച്ച് പോർഷനൊക്കെ വേണേൽ കട്ട് കളയായിരുന്നു. എന്നിട്ട് ഇവർ ആക്ഷൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ആക്ഷൻ സീക്വൻസിനെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ഇപ്പോൾ ഓരോടത്ത് ഇന്റർവൽ ഫൈറ്റ് സീക്വൻസിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പരിപാടികളിൽ കൊണ്ടുവരുന്നില്ലേ. അപ്പൊ അങ്ങനത്തെ കുറച്ച് പരിപാടികൾ വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുമായിരുന്നു എനിക്ക് തോന്നുന്നു. എനിക്ക് പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആ മെഡിക്കൽ ഷോപ്പിൽ നടക്കുന്ന ഇൻസിഡന്റ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഓപ്പണിംഗ് സീൻ ആയിരുന്നെങ്കിൽ പടം കാണാൻ കയറി ഇരിക്കുന്നവർക്ക് ഒരു ഭയങ്കര ഇന്നാവാൻ ടക്ക് നിന്നാവും. അതായത് നമ്മൾ കയറി ഇരിക്കുമ്പോഴായിട്ടൊരു സ്ട്രീറ്റ്, ഒരു മെഡിക്കൽ ഷോപ്പ്, അവിടെ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നു, വേറൊരാൾ കയറി ചെല്ലുന്നു, ഒരു ഇത് ചോദിക്കുന്നു, ആ സാധനം ഭയങ്കര രസമായിരിക്കും ചിലപ്പോൾ. അത് നമ്മളൊരു ആക്ഷൻ പടം എടുക്കും. പുള്ളി വേറെ സാധനം കൂടെ ചെയ്യാൻ നോക്കിയത് ഈ പറയുന്ന പോലെ മെസ്സേജ് എന്നുള്ളൊരു എലമെന്റ് ഉള്ളു. അതിനാണ് തപ്പ് എവിടെ നടന്നാലും നമ്മുടെ ബന്ധു ആ സാധനമില്ല. അപ്പൊ അത് എവിടെയെങ്കിലും ഒരിടത്ത് എസ്റ്റാബ്ലിഷ്, എനിക്ക് ബാക്ക് റൈറ്റിംഗ് ഈ ഇൻസിഡന്റ് എഴുതിയിട്ട് അതിന്റെ ഹൈ കയറാൻ. അതായത് അതാണ് മറ്റേ തമിഴ് സിനിമയുടെ മറ്റേ ഇത്രയും വർഷത്തും എല്ലാ വർഷത്തിലും ഈ പറഞ്ഞ പോലെ തമിഴ് സിനിമകൾ കണ്ടു വളർന്ന ഒരാൾക്ക് അവരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ. അതായത് തപ്പ തട്ടി കേൾക്കുന്ന ആൾ എന്നുള്ള സംഭവം. എനിക്ക് പേഴ്സണലി അത് വലിയ അതിന്റെ ലെങ്ത് മാത്രമേ ഇഷ്യൂ ആയുള്ളൂ. പക്ഷെ റൈറ്റിംഗിൽ എനിക്ക് തോന്നിയത് ഇത് നല്ല കാസ്റ്റ് ആയിരുന്നെങ്കിൽ ഇച്ചിരിയുടെ ടോണിൽ വേറൊരു ടോൺ പിടിച്ചിരുന്നെങ്കിൽ അത് രസമാക്കായിരുന്നു. ഇപ്പം ലാസ്റ്റ് കുറച്ച് കോമഡിയും ഇത് കലർന്നിങ്ങനെ വരുമല്ലോ, മറ്റേ രണ്ടാമല്ലേ ബിയർ അടിക്കാൻ പോകുന്നവർ, അവന്മാരുടെ ഒരു ടോണില്ലേ, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഈ എലമെന്റ് ഒക്കെ നമ്മൾ കണ്ടോണ്ടിരുന്നത്. ഇതിപ്പം നമുക്ക് ഒരു പരിചയമില്ലാത്തൊരു മെയിൻ വില്ലൻ ഭയങ്കര വീക്കാണ്. മെയിൻ ജോൺ കോക്കൻ പുള്ളി കുറച്ചധികം വീക്കാണ്. പുള്ളിയുടെ റൈറ്റിംഗ് ആണെങ്കിലും പെർഫോമൻസും കുറച്ച് ചെയ്യാനില്ല. പുള്ളി വന്നിരിക്കുന്നു,
ഒരു സീൻ ഉണ്ടായിരുന്നു പുള്ളി ഇങ്ങനെ നിന്നിട്ട് പുള്ളിയുടെ കഥ ഫസ്റ്റ് സീനിൽ ആ 7,000 കോടി തീർന്നു, പുള്ളിക്ക് ഒന്നുമില്ല. പിന്നെ പുള്ളി ഇങ്ങനെ ഇരിക്കുകയാണ് പാർട്ടി നടത്ത്. പക്ഷേ ഇവിടെ ബിൽഡ് ചെയ്ത് പുള്ളിയെക്കാളും ബിൽഡ് ചെയ്ത് മറ്റേ സെക്കൻഡ് വില്ലൻ എടുത്ത അത് ആക്ച്വലി വർക്കാണ്, ആ വില്ലനാണ് കറക്റ്റ് വില്ലൻ. അതായത് പുള്ളിയും കൊള്ളായിരുന്നു, പുള്ളി നല്ല രസമുണ്ട്. പക്ഷെ പ്രശ്നം പുള്ളി ഒരു പോയിന്റ് ചെന്നിട്ട് സ്റ്റക്കായി പോയി. ആ ക്യാരക്ടർ സഡൻ ആയിട്ട് ഇല്ലാണ്ടായി പോകുന്ന. ഞാൻ ആക്ച്വലി ഇവരാ നോട്ട് കത്തിക്കുന്ന ആ എലമെന്റ് വരത്തില്ലേ, നോട്ട് ഇവരെടുത്ത് കണ്ടുപിടിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന് ഇവനിപ്പോൾ അത് പൊട്ടിച്ച് വന്നിട്ട് ഇവർ രണ്ടുപേരും ഒരാളെ തട്ടും. അതോടെ വീണ്ടും മറ്റേ ക്ലൈമാക്സ് ഷോഡൗൺ ഒരു കുറച്ചുകൂടി ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളൊരു പരിപാടി നടക്കാൻ പോകും എന്ന് വിചാരിച്ചാൽ. ബട്ട് അത് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ഇവർക്ക് ചിലപ്പം ഇവർ മരിക്കാതിരുന്നാൽ, അപ്പം നമുക്കുണ്ടല്ലോ ഇവർ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പണം തീരുമ്പോഴും അവിടെ ആള് പോയതിനു ശേഷം നമ്മുടെ ഒരു വിക്ടറിക്കൊരു എപ്പോഴും ഒരു തണുപ്പൻ മൂടല്ലേ. അപ്പൊ അതുകൊണ്ടായിരിക്കണം. അല്ല, എനിക്ക് ഡൗട്ട് കണ്ടോണ്ടെന്ന് തോന്നിയത്, നമ്മൾ പല സംഭവങ്ങളും നടക്കുന്നതിന് മുമ്പ് ഇത് ഇങ്ങനെ നടക്കും, ഇന്നയാൾ തിരിച്ചു വരും, ഇന്നയാൾ തിരിച്ച്, ഇതൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും എനിക്ക് ഇതിന്റെ ടോൺ, ഡയറക്ടർ ഏത് ടോൺ ഫിക്സ് ചെയ്തു അങ്ങനെ ആയിരിക്കും കൊണ്ട് അവസാനിക്കുന്നത്. ഇപ്പൊ ഇന്ന ടോൺ ഫിക്സ് ചെയ്താൽ ഒരാൾ മരിക്കും, ഇന്ന ടോൺ ഫിക്സ് ചെയ്താൽ കുറച്ച്, ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി മറ്റേ എന്താ ഡാർക്ക് കോമഡി ഹ്യൂമർ എലമെന്റ് കുറച്ചുകൂടെ വന്നിരുന്നെങ്കിൽ ചിലപ്പം ഇവര് ഒന്നിലും പെടാതെ മറ്റേ പോലീസ് കേസും എല്ലാം പരസ്പരം എന്തോ യുദ്ധമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും, ആ ലൈനിൽ പോയി ഇവരെ ഒന്നും തട്ടേണ്ടി വരത്തില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് ഇവര് മറ്റേ കുറച്ച് അത് അങ്ങനെ പോയപ്പോ മറ്റേ പറഞ്ഞാല് ആ കുഴി ഒരല്പം കൂടെ വലുതാക്കുക പറയുന്ന ഡയലോഗ് പ്രാവർത്തികമാക്കി ഈ പടത്തില്ല. അതെ, മൂന്നിടത്തിൽ പറയുന്നില്ലേ, നമുക്ക് ആ കുഴി കുറച്ചുകൂടെ വലുതാക്കാം, എക്സ്ട്രാ കുഴി കൂടെ എടുത്താൽ അങ്ങനെ അങ്ങ് പോയത്. അതുപോലെ പിന്നെ അങ്ങോട്ട് കൊലയാണ്. അപ്പൊ ആ സാധനം വരുമ്പോഴത്തേക്കും നമുക്ക് ഇവരുണ്ടാക്കി വെക്കുന്ന ആ ലോജിക്കിൽ തന്നെ കുറച്ച് ഓവർ ദ ടോപ്പ് ലൈനിലേക്ക് അങ്ങ് പോകുന്നു എന്നുള്ളൊരു ഫീൽ തോന്നും എന്നുള്ള സംഭവം. ബട്ട് സ്റ്റിൽ സിനിമ എൻജോയബിൾ ആണ്. അതായത് ഫസ്റ്റ് ടൈം ഡയറക്ടറുടെ കുറച്ചധികം ഈ പറയുന്ന പോലെ എനിക്ക് ആ ഇന്റർവെല്ലിൽ സംഭവം ഉണ്ടല്ലോ, അതായത് മറ്റേ ഇതെന്ത് ചെയ്യാം, ഇത് നമുക്ക് ആ കുഴിയിലിടാം, അവിടെ ഒളിച്ചിരിക്കുന്ന രണ്ടുപേരും ഇവനെ എന്ത് ചെയ്യണ്ടേ, അവനെ കൊല്ലാം, അതെനിക്ക് ഭയങ്കര വർക്കാണ്. പക്ഷെ അത് ഈ പറഞ്ഞ മറ്റേ ഡാർക്ക് ഹ്യൂമർ ആണ് ആ സാധനം. പക്ഷെ ഈ പടത്തിന്റെ ടോട്ടലി ടോണിൽ അത് ഉണ്ടായിരുന്നെങ്കിൽ അത് കുറെ കൂടെ ഭയങ്കര ടോണാണ്. എനിക്ക് പലപ്പോഴും ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് നല്ല ടോണിൽ വീഴാറുണ്ട്, അത്ര വർക്കാവാത്ത ടോണിൽ വീഴാറുണ്ട്, ഇങ്ങനെ ടോൺ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഈ പറയുന്ന സംഭവങ്ങളാ ആ സീക്വൻസ് പക്കാ സീക്വൻസാണ്, ആ ഇന്റർവെൽ സീക്വൻസ് എന്ന് പറയും ഇവരെല്ലാം. പക്ഷേ എനിക്ക് എപ്പോഴും തിരുവാതിരം പോയി ഒളിച്ചിരിക്കത്തില്ലേ, അല്ല അത് ഇവര് എനിക്ക് ഈ പോയി ഒളിച്ചിരിക്കുന്ന സാധനം വേണ്ടായിരുന്നു. പക്ഷെ ഇവരുടെ ഷൂ അവിടെ ഇവിടെ അങ്ങനെ കാണിക്കുമ്പോൾ കുറച്ചുകൂടി ടെറർ തോന്നിച്ചു. ജസ്റ്റ് ഒരു റിവീൽ മാത്രം അവരെവിടെയൊക്കെ ഉണ്ടെന്നുള്ള സാധനം ഓടിപ്പോയിട്ട് ഇങ്ങനെ ഒളിച്ചൊക്കെ ഇരിക്കുന്ന ആ സീക്വൻസ്, അങ്ങനെ ഈ പടം ത്രൂ ഔട്ട് ഇങ്ങനെ വെട്ടിക്കളയാൻ പറ്റുന്ന കുറെ സാധനങ്ങൾ ഉണ്ടായിട്ട് ഉള്ളത്. അതായത് ഒന്നുകൂടെ ട്രിം ചെയ്ത് നല്ലൊരു എഡിറ്ററിലോ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ കുറെ കൂടെ ഭയങ്കര ബെറ്റർ ആയിട്ടുള്ളൊരു ഇതായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ അതേസമയം ഈ ജംപ് കട്ടുണ്ട്, മറ്റേ അർജുന്റെ ഫൈറ്റ് സീക്വൻസിൽ ഈ ഫൈറ്റിൽ കുറച്ചധികം അവിടെ ഇവിടെ ജമ്പ് ചെയ്തിട്ടുണ്ട്. മറ്റേ എന്തുകൊണ്ടെന്ന് അറിയത്തില്ല, ഈ ഫൈറ്റ് കറക്റ്റ് ആയിട്ട് വർക്ക്, ഈ പഞ്ച് ലാൻഡ് ആവാതെ അങ്ങനത്തെ എലമെന്റ് ഒക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ചെയ്യാനുള്ള പരിപാടിയാണ്. അതെ. പക്ഷെ എന്നാൽ കൂടി ഇതിൽ എനിക്ക് തോന്നുന്നു ഒരു 8-10 ഫൈറ്റ് സീൻസ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, എൻജോയബിൾ ആയിട്ടുള്ള ഇഷ്ടം പോലെ ഫൈറ്റ്സ് ഉണ്ട്. പ്രത്യേകിച്ച് എപ്പോഴും ഈ ഫീമെയിൽ ലെഡ് ഫൈറ്റ് സീക്വൻസ് വരുമ്പോൾ നമുക്ക് ബിലീവബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. കാരണം ഒരു ചെറിയ ചൂസ് ചെയ്യുന്ന ഇങ്ങനെ മറ്റേ വണ്ണമൊക്കെ കുറഞ്ഞ ഒരു ആളായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫൈറ്റ് കാലൊക്കെ പൊക്കി കിക്ക് ചെയ്യാൻ പറ്റുന്നവർക്കാണ് കുറച്ചുകൂടെ. അപ്പം നമ്മൾ അവരെ ചൂസ് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് നമ്മൾ ഗുണ്ടകളായിട്ട് വെക്കുന്നു, നല്ല ആരോഗ്യമുള്ള ആളുകൾ. അപ്പം ഇവരെ ഇടിച്ച് വീഴ്ത്തുന്നു, നമ്മൾ കൺവിൻസിംഗ്ലി സ്ക്രീനിൽ പ്രസന്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. അത് ഒരു 75% പ്രീതി മുകുന്ദന്റെ ഫൈറ്റിന് കൺവിൻസിംഗ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. അതെ, ഇച്ചിരി പവർ കൂട്ടി അടി, സ്പീഡ്, മെയിൻ ആയിട്ട് സ്പീഡ്, പിന്നെ റോൾ, ആ പരിപാടി നിലത്ത് റോൾ കൈ അങ്ങനത്തെ കുറച്ച് ത്രൂ ഔട്ട് പഠിച്ച കരാട്ടയുടെ അത് പരിപാടി കീപ്പ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കുറച്ച്. അത് കീപ്പ് ചെയ്യുന്നുണ്ട്. അതിലെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരി മറ്റേ സ്റ്റാർട്ടിങ് ഫൈറ്റ് സീൻ ഉണ്ടല്ലോ, സ്റ്റാർട്ടിങ് ഫൈറ്റ് സീനിൽ ഈ പറഞ്ഞ പോലെ സ്പീഡ്, അതായത് ഞാൻ വിചാരിച്ചു ഫൈറ്റ് തുടങ്ങുമ്പോഴേക്കും ഫുള്ള് സ്ലോ മോഷനിലാകാൻ പോയിരിക്കുന്നു. അതുണ്ട്. പക്ഷെ ആ ഫൈറ്റ് സീൻ കണ്ടപ്പോൾ ഞാൻ ഓക്കെ, ഇത് കൊള്ളാം. അതായത് സ്പീഡിലാണ് ഫൈറ്റ്. നമ്മൾ കാട്ടാനുള്ള പ്രത്യേകം പറഞ്ഞ ഈ സ്ലോ മോഷൻ ഇട്ട് ബീജം ഇട്ട് ഓടിക്കുന്നത് അത് ഇതിനകത്ത് ഉണ്ട് കേട്ടോ. പക്ഷെ ഈ അതിനൊരു എന്താ പറയാ, സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് ഉണ്ട് ഇടയ്ക്കിടയ്ക്കാണ്. അതെ, അതിങ്ങനെ ത്രൂ ഔട്ട് ഫുള്ള് സ്ലോ മോഷൻ പോകാതെ ഈ സ്ലോ മോഷൻ വേണ്ടെന്നുള്ളതല്ലേ, സ്ലോ മോഷൻ ഇടേണ്ടത് ഈ ബിഗിനിങ്ങിലോ എൻഡിങ്ങിലോ ആയിരിക്കണം. ഈ ഫൈറ്റ് നടക്കുമ്പോൾ ഇപ്പോൾ ചാടി ഒരാളെ ചവിട്ടുവാണെങ്കിൽ ഇങ്ങനെ ചവിട്ട് വന്ന് കൊള്ളുന്നത് വരെ സ്ലോ മോഷനിലാകുമ്പോഴത്തേക്ക് ഇമ്പാക്ട് കുറയും. ചാടി ഓൾറെഡി ഏറി നിൽക്കുന്നത് സ്ലോ മോഷൻ ആക്കാം, ആ കിക്ക് ഫാസ്റ്റ് ആക്കണം. കഴിഞ്ഞ ആ ഹിറ്റിന് എപ്പോഴും നമ്മൾ ആ ഒരു
പവർ കൊടുക്കാൻ നമുക്ക് എപ്പോഴും ആ സ്പീഡ് ആവശ്യം. ഒരു അർജുൻ ഒരു എന്താ പറയാ ഒരു കടയിൽ പോയി ഫൈറ്റ് മറ്റേ തെറിച്ച് പറഞ്ഞു പോകുന്ന സാധനം ഭയങ്കര രസമായിരുന്നു അത് ആക്ച്വലി മറ്റേ കുംഫു ഹസ്ലിനകത്ത് ഫൈറ്റ് ഭയങ്കര ബേസിക്കലി പടം ആലോചിച്ചാൽ കുംഫു ഹസ്ൽ പോലെ. അതന്നെ ആക്ച്വലി ശരിയാ, കാരണം മറ്റേ സീരിയസ്നെസ് വരുന്നില്ലല്ലോ. അത് ഈ എഡിറ്റില്ലേ ഇവര് ഇടയ്ക്കൊക്കെ കുറച്ച് ഫ്രെയിംസ് എടുത്ത് മാറ്റുമെന്നാ പറയുന്നത്. അതായത് ഈ പഞ്ചും ഈ ബോഡിയുടെ അതിന്റെ ഇടയ്ക്കുള്ള ഒരു 1-2 ഫ്രെയിം കട്ട് ചെയ്താൽ അത് എഡിറ്റിംഗിൽ ചെയ്യുന്ന ഒരു കുറച്ചധികം ടെക്നിക്സ് ഉണ്ട്. ചിലത് നമുക്ക് ഇഷ്ടപ്പെടും, ചിലത് നമുക്ക് അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും വർക്ക് ആവുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് ഫ്ലേവേഴ്സ് ഉണ്ട് ഇതിനകത്ത്. അതെ, ഇപ്പൊ ഇതിനകത്തും ഈ പറഞ്ഞ പോലെ ഈ സ്ലോ മോഷൻ വിത്ത് BGM കുറച്ച് ഫൈറ്റ് പോകുന്നുണ്ട് ഇടയ്ക്ക്. അപ്പൊ അത് നമ്മളിങ്ങനെ ഇത് കുറച്ച് കാരണം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഫൈറ്റ് കഴിയുമ്പോൾ നമുക്ക് ടയർഡ് ആവുമല്ലോ, കുറച്ചധികം ടയർഡ് ആവും. 1-2 സാധനം അവർ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഫേസിന്റെ റിയാക്ഷൻ, ഈ കത്തി സൈഡുകൾ, അതൊക്കെ രസമുള്ള പരിപാടി. പിന്നെ എനിക്ക് തോന്നി അഭിരാമിയുടെ കൊറിയോഗ്രാഫി മൊത്തത്തിൽ കുറച്ച് പുള്ളിക്കാരി ഫുൾ ടൈം സാരിയിലായി പോയതുകൊണ്ട് ഒന്നെങ്കിൽ അത് വെച്ച് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് പിടിക്കുന്ന പരിപാടി അതൊക്കെ നല്ല രസമാണ്. പുള്ളിക്കാരി പിന്നെയും സാരിയുടെ ഇത് എടുത്തോണ്ട് സാരി പിടിച്ചോണ്ടുള്ള സാധനം പിന്നെയും വരുന്നുണ്ട്. പക്ഷെ അത് സീക്വൻസ് എനിക്ക് കണ്ടിന്യൂ ചെയ്ത കളർ ഇങ്ങനെ പിടിച്ച് ഹാമർ പിടിച്ചിട്ട് ഒറ്റ ഇതില്ലേ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു താളമില്ല, അതിങ്ങനെ ബ്ലോക്ക് ചെയ്ത് പിടിച്ചു അങ്ങനെ. ആ സാധനം എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സാധനവും ഏറിപ്പോയാൽ നിലത്ത് വീഴത്തില്ല, ആരെങ്കിലും പിടിക്കും. അർജുൻ ഒരെണ്ണം ഉണ്ടല്ലോ ഇങ്ങനെ മറ്റേ പ്രതിമ ചവിട്ടിട്ട് ചാടി. കുറച്ച് നല്ല രസമുള്ള കുറച്ച് പരിപാടികളുണ്ട്. ഇവരുടെ മറ്റേ ഒരുമിച്ചുള്ള ഫൈറ്റ് സീക്വൻസ് ഒക്കെ കുറച്ച് രസകരമായിട്ട് കിട്ടും. മറ്റേ വില്ലന്മാർ അവിടെ കയറി അടിക്കുന്ന അർജുനും ഒരുമിച്ചുള്ള ഫൈറ്റ് ഉണ്ട്, അത് കുറച്ച് അവിടെ ഈ പ്രീതിമോഹൻ തന്നെ കൊറിയോഗ്രാഫിയിൽ എല്ലാത്തിലും ഈ നിരങ്ങി പോകുന്ന സംഭവം ഇങ്ങനെ മുട്ടുകുത്തി ഇങ്ങനെ കറങ്ങി റോൾ ചെയ്ത് വരുന്ന അത് കുറച്ച് നമുക്ക് കുറച്ചധികം ഐഡിയ സ്പീഡ് കാണുമ്പോൾ എന്നാ ഭയങ്കര പരിപാടി നടക്കുവാണ്. പക്ഷെ അത് സ്ലോ മോഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ മറ്റേ അതിന്റെ പ്രശ്നങ്ങള് ഈ പറഞ്ഞ റോപ്പ് ഇട്ട് വലിക്കുമ്പം ഈ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഈ ഉടുപ്പൊക്കെ ഇങ്ങനെ വലിഞ്ഞിരിക്കുന്നത്. പിന്നെ എനിക്ക് ഈ രാവിലെ കണ്ട പടത്തിലും ഈ പടത്തിലും എന്നെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തിയ ഒരു പ്രശ്നമുണ്ട്, എന്താ അറിയോ? ഫ്ലോർ മാറ്റ്. അതായത് ഈ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്ലോറിൽ ഈ ഒരു മാറ്റ് ഇടും. എന്തിനാന്ന് വെച്ചാൽ ഇവർ വീഴുമ്പോൾ ഇവരുടേത് ഇതെല്ലാ സിനിമയിലും ഇത് നമ്മള് ലാസ്റ്റ് പള്ളിച്ചട്ടമ്മ കണ്ടപ്പോ ഭയങ്കര പ്രശ്നമായിരുന്നു അതിനകത്ത്. ചെളിയായിരുന്നു. അപ്പൊ ഇത് റിമൂവ് ചെയ്യണം VFXൽ. ഇത് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവര് വന്ന് ഗ്രൗണ്ട് ടച്ച് ചെയ്യുമ്പോൾ ഈ ഷാഡോസ് കൊടുക്കാൻ മറന്നു പോവുക. ഫ്ലോറിനകത്ത് അതിനകത്ത് പിന്നെ ഫ്ലോർ മാറ്റിനകത്ത് ഇങ്ങനെ ഇത് പുതഞ്ഞു പോവുക. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അത് VFXൽ കറക്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതും ഈ സിനിമ കുറച്ച് പെട്ടെന്ന് ഇറക്കേണ്ട സിറ്റുവേഷനോ അല്ലെങ്കിൽ ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈം വളരെ കുറവാണെങ്കിൽ ആ VFX നന്നായിട്ട് വർക്ക് ആവില്ല. ഇതിലും അത് കുറച്ച് ത്രൂ ഔട്ട് ആ സാധനമുണ്ട്. പിന്നെ എനിക്ക് ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഈ ഫൈറ്റ് സീക്വൻസിൽ ഫോർമാറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ എല്ലാവരും മറന്നു ഈ ഫോർമാറ്റ് കാര്യം. നമുക്ക് ആ ഫൈറ്റ് എടുത്ത് തീർത്ത് കഴിഞ്ഞ് ലാസ്റ്റ് എഡിറ്റിംഗ് ടൈമിൽ കാണുമ്പോഴാണ് ഇവിടെ പ്രശ്നമാണല്ലോ. എനിക്ക് തോന്നി മറ്റ് രണ്ട് ഈ പള്ളിച്ചട്ടമ്പിയുടെയും കാട്ടാളിനെ ഉള്ളൊരു ഇഷ്യൂ ഇതിനില്ല. ഇതിനകത്ത് ആക്ച്വലി ഫൈറ്റ് കണ്ടോണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. കുറെയൊക്കെ ഈ ഫ്ലോർമാറ്റ് ഇഷ്യൂ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അത് തന്നെ, അത് നമുക്ക് നമ്മളെ മൊത്തം ഫൈറ്റ് ഇങ്ങനെ സ്ലോ മോഷൻ ആയി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമുക്ക് വേറെ ഇൻട്രസ്റ്റിംഗ് ഒന്നും ഇല്ലാതെ അതെ താഴെ ഫോർമാറ്റ് കണ്ടോടാന്ന് പറഞ്ഞ് അതെ ഈ ഫൈറ്റിനകത്ത് പ്രത്യേകിച്ച് വലിയ ഇൻട്രസ്റ്റിംഗ് ആണോ നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കും. ഇപ്പൊ അത് നടക്കുമ്പോൾ ആ കുഴപ്പമില്ല പരിപാടി എന്ന് തോന്നുമ്പോൾ നമ്മൾ ഇതിലേക്ക്. ഇവിടുത്തെ പ്രശ്നം ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ പടം വാരിക്കുട്ടി അടിയാ, നമുക്കൊന്നും ചെയ്യാനില്ല. കയറുക വില്ലനെ വീട്ടിൽ കയറുക വില്ലനെ അടിക്കുക. അതാ പറഞ്ഞ ക്ലൈമാക്സ് കുറച്ച് ഓവറായി പോകും. ഭയങ്കര ജനറിക് ലൈനിലേക്ക് പോകുന്നു. അല്ല ഇവിടെ ബുദ്ധി ഉപയോഗിക്കണ്ട, നമുക്ക് ഇടിച്ചു വെച്ചാൽ മതി. അതാണ് സംഭവം. അതായത് ഇവിടെയാണ് ജോർജ് കുട്ടിയുടെ അതന്നെ, അവിടെയാണ് ജോർജ് കുട്ടി വിജയിക്കുന്നത്. മനസ്സിലായി. പിന്നെ ഈ സിനിമയില് രവി ബാസൂറാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. തുടക്കം മുതൽ ഇത് രവി ബാസൂറിന്റെ മ്യൂസിക് ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ തോന്നത്തുള്ളൂ, ഇടയ്ക്ക് വേറെ എന്തൊക്കെ സംഭവിക്കും. ഇത് ആക്ച്വലി ഞാൻ ആ ഡയറക്ടറുടെ ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ട് രവി ബാസൂർ ഈ പടത്തിൽ സ്ഥിരം ചെയ്യുന്ന പരിപാടികൾ കുറച്ച് മാറ്റി പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണെന്ന് ഞാൻ ഈ പടം കണ്ടുകൊണ്ടപ്പോൾ ഇടയ്ക്കിടയ്ക്ക് രവി ബാസൂറിന്റെ സ്ഥിരം സാധനങ്ങൾ വരും. പിന്നെ കുറേയൊക്കെ നമ്മൾ എവിടെയൊക്കെ കേട്ട കുറച്ച് BGMന്റെ കുറച്ച് ഒരു അല്ല എനിക്ക് മറ്റേ പ്രതിമൂന്ന് ഇൻട്രോ സീൻ അല്ലേ, അവിടെ വരുന്ന ഒരു BGM കറക്റ്റ് മറ്റേ ബ്ലാക്ക് ആദം സിനിമ ഉണ്ടല്ലേ, അതിന്റെ മറ്റേ അതുണ്ട് അത് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ മറ്റേ ബസ്സായിരിക്കുന്ന സീക്വൻസ് ഉണ്ടല്ലോ പ്രതിമൂന്റെ, ആ സീക്വൻസ് ഒരു BGM വരുന്നുണ്ട്. അത് കറക്റ്റ് മറ്റേ ബ്ലാക്ക് ആദം പടം നോക്കിയാൽ മതി, അതിനകത്തൊരു BGM വരും. അത് എക്സാക്ട് അതേപോലെയൊക്കെ ഫീൽ ചെയ്യും. അത് പറഞ്ഞപ്പോഴേ പ്രതിമുഖത്തിന് എല്ലാവർക്കും ഈ 3 പേർക്ക് ഇൻട്രോ സീൻസ് ഉണ്ട്. അത് എല്ലാം ബെസ്റ്റ് ഇൻട്രോ എനിക്ക് തോന്നുന്നു പ്രീതി മുകുന്ദന്റെയാണ്. അതൊരു റിവീല് പോലെ. ഇൻഫാക്ട് പ്രീതി മുകുന്ദന്റെ കുട്ടിക്കാലം അഭിനയിച്ച കൊച്ചു ഭയങ്കര നല്ല ഇമ്പാക്ട്. ഞാൻ പുള്ളിക്കാരത്തെ ഒരു ഫൈറ്റ് ആ പയ്യന്റെ കൂടെ ആയി പോയി. ആ കൊച്ചു ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ രസം ഉണ്ടായിരുന്നത്. അതും ഈ പറഞ്ഞ പോലെ നല്ല ഫാസ്റ്റ് ആയിട്ടാണ് അതിന്റെ
പരിപാടി കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത്. അത് ആ കൊച്ചിനെ പെങ്ങളായിട്ട് വല്ലതും വെച്ചിരുന്നെങ്കിൽ അത് ഒന്നുകൂടി രസമുള്ള എലമെന്റ് ആണ്. അതെ. അതായത് ഒരു ഇളയ കൊച്ചുണ്ട് കൊച്ചു അതിനൊരു റിവീലൊക്കെ കൊടുത്തില്ല, മുഖത്തൊക്കെ ചാടി ചവിട്ടുന്നൊക്കെ പറന്നടിക്കും. അല്ല അത് ഈ പടത്തിനകത്ത് അതൊക്കെ വെക്കാം കേട്ടോ, കുഴപ്പമില്ല. നമ്മൾ അല്ലാതൊക്കെ ആലോചിച്ചാൽ അത് കുറച്ച് ഓവറല്ലേ. ഈ പടത്തിൽ ഇച്ചിരി ഓവറായില്ല. ആക്ച്വലി വില്ലന്മാർ ഇന്റർനാഷണൽ ക്രിമിനൽസ് ആണ്. 15 എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകളെ ഇങ്ങനെ കൊതുകിനെ അടിച്ചു കൊല്ലുന്നവരെ അവന്മാരെയാണ് കരാട്ട മാത്രം പഠിച്ചൊരു കുടുംബം ഇല്ലാതാക്കുന്നത്. ചുമ്മാ കുഴിച്ചിടാ കൊന്നിട്ട്, ചുമ്മാ കൊന്നു കുഴിച്ചിട്ടേക്കോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ എൻകൗണ്ടർ പഠിച്ചവന്മാരെ കുറച്ച് കരാട്ട പഠിപ്പിച്ചിരുന്നെങ്കിൽ. അതായത് മറ്റേ ആ സീനുണ്ടല്ല, അതായത് ടോയ്ലറ്റിന് വേണ്ടി കുഴിയെടുക്കുക. അപ്പൊ അവിടെ ഇങ്ങനെ അർജുന വന്നിരിക്കും. ഞാൻ സീൻ കണ്ടപ്പോഴേ മനസ്സിലായി ഈ കുഴിക്കത്ത് മൂടും. സെറ്റപ്പാണ്, ടോപ്പ് ആംഗിളിലെ അതിന്റെ ആവശ്യമില്ല. അതെ, അത് നമ്മൾ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഈ കുഴിക്കകത്ത് ആരോ വീഴാൻ പോകുന്നുണ്ട്, ആരുടെയോ ഡെഡ് ബോഡിനകത്ത് വീഴും. ഒരു ലോഡ് ഡെഡ് ബോഡിയാ ഇവിടെ. ഒന്നല്ല, ഒരു ലോഡ് ശവം വീഴും കുടിക്കാൻ. കൊന്നു കഴിയുമ്പോ കുഴിച്ചിടാം, കൊന്നു കഴിയുമ്പോ കുഴിച്ചിടാം. ഓക്കെ, ഇവർക്ക് ആകെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. എന്താ ചെയ്യാ, കുഴി ഇച്ചിരി വലുതാക്കുക, ഇവരെ അതിനകത്ത് ഞാൻ നോക്കിയപ്പോ ഇതാരും കണ്ടുപിടിക്കാത്ത അത്ര ഹൈറ്റില്ല മതില്. അതെ, ഭയങ്കര അയൽവാസികൾക്കൊന്നും ഇത് മനസ്സിലാവാത്തേ ഇല്ല. പക്ഷെ ആ സാധനം ഇപ്പൊ ഇന്റർവ്യൂലുള്ള പോലെ ഈ അയൽവാസികൾ കേൾക്കാതിരിക്കാൻ ആ സീക്വൻസ് വരുമ്പോ TV ഓൺ ആക്കുക, ജനലടക്കുക, ആ ഒരു സെറ്റിംഗ്, അതിന്റെ ഒരു ഇതുണ്ടല്ലോ. അതായത് അർജുൻ തിരിച്ചു പോകുമ്പോഴേക്കും അയൽവാസി വിളിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലെന്താ TV ഇത്ര സൗണ്ടിൽ വെച്ചിരിക്കുന്നത്, അപ്പൊ പുള്ളിക്ക് മനസ്സിലാവും വീട്ടിലെന്താ പ്രശ്നം. ആ എലമെന്റ് കൊള്ളായിരുന്നു, അതൊക്കെ നല്ല എലമെന്റ്സ് ഉണ്ട്. അതങ്ങനെ മറ്റേ അടി തുടങ്ങുന്നതിന് മുമ്പ് മറ്റേ അഭിരാമി മറ്റേ ടിവിയുടെ വോളിയം കൂട്ടുന്ന സംഭവം ഭയങ്കര രസമുള്ള. അതെ, അതാ പറഞ്ഞ ഈ നമ്മള് വില്ലന്മാർക്ക് എഴുതിയ എലമെന്റ് ഇല്ല, നീ പറഞ്ഞില്ലേ കുറച്ച് ഇതാണ് അതേപോലത്തെ ഫോഴ്സ് എലമെന്റ് ഇവിടെയും. പക്ഷെ ഇവിടെ നമ്മൾ ഇവരുടെ കൂടെ ആയതുകൊണ്ട് നമ്മൾ ആദ്യം മുതൽ ക്യാരക്ടേഴ്സിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. വില്ലന്മാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവന്മാരെ എന്ത് നടന്നാലും തിരിച്ചിവിടെ വന്നുള്ള സെറ്റപ്പില്ല നമ്മൾ. പക്ഷെ മറ്റേ വില്ലൻ കൊള്ളായിരുന്നു. അല്ല, അവനെനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം അവനെ പക്ഷെ പെട്ടെന്ന് തട്ടിക്കളന്ന് എനിക്ക് ഭയങ്കര അല്ല, അവനും കൊള്ളായിരുന്നു. അവനെ സഹായിക്കുന്ന ഫുൾ ടൈം ആ തിയേറ്ററിൽ വേറൊരു ഒരു വില്ലനില്ലേ നമ്മള് ഒരുപാട് പടത്തിൽ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ സീക്വൻസ് ആണെങ്കിലും നമ്മളെ പുള്ളിയുടെ ആക്ടിംഗ് ഒക്കെ കണ്ടാലും ഒരു രസമുണ്ട്. പുള്ളിയുടെ ഇന്ററാക്ഷൻ, പുള്ളി ഇങ്ങനെ ആലോചിക്കുന്ന ഒരു സീനൊക്കെ ഇല്ല, ഇങ്ങനെ മറ്റേ കറക്കി. അതായത് നമ്മള് ഒരുപാട് സിനിമയില് ഒന്നുകിൽ മറ്റേ ഈ കറക്കത്തിൽ വോയിസ് ഓവറിൽ ഇങ്ങനെ പറയും, അങ്ങനെ പോയാൽ ഇങ്ങനെ പോലീസുകാരെ വിളിച്ചിട്ട് എന്റെ അനിയൻ നീ ആരടാ. അപ്പൊ ഞാൻ ഈ ഡൽഹി ബെല്ലി ആ വൈബൊക്കെ ഇല്ലേ, അങ്ങനെ ഒരു ഇച്ചിരിയുടെ താത്തി ഇച്ചിരിയുടെ ഫണ്ണി ആക്കി. ഇത്രയും ഈ സീരിയസ്നെസ് കുറച്ച് ഈ ഡാർക്ക് ഹ്യൂമറിന് ഒരു അല്പം കൂടെ ഒരു പോയിന്റ് കൂടെ കുറച്ചിരുന്നു എനിക്ക്. ഈ ഡാർക്ക് ഹ്യൂമർ ലൈനിലേക്ക് അതിനെ ഒന്ന് പുഷ് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ സീക്വൻസ് ഒക്കെ കുറച്ചുകൂടെ ഭയങ്കര തിയേറ്ററിൽ സ്റ്റിൽ അതിൽ ചിരി വരുന്നുണ്ടെങ്കിലും നമുക്ക് അത് കുറെ കൂടെ നല്ല ഫണ്ണായി മാറേണ്ട. പിന്നെ ഉടനെ ഒരു മറ്റേ ഇൻസ്പെക്ടറിന്റെ മകനെയൊക്കെ തട്ടിക്കൊണ്ടുപോകാം, അത് വേണ്ട, അതില്ലാതെ അത് ഭയങ്കര ഡാർക്കാണ്. പിന്നെ അങ്ങനെ കുറച്ച് തട്ടിക്കൊണ്ട് പോയിട്ട് ഡാർക്ക് വേണോ. മ്യൂസിക് ഇടുമ്പം ഈ പറഞ്ഞ പോലെ മറ്റേ ഇമോഷൻ സീൻ വരുമ്പോഴത്തേക്ക് ഈ പോലീസുകാരെ തട്ടിക്കൊണ്ട് പോയിട്ട് ഇവർക്കൊന്നും ചെയ്യാനില്ല. പോലീസുകാർ ചുമ്മാ അങ്ങോട്ടും ഇങ്ങനെ അവിടെ ഇരിക്കുക, എന്താ ചെയ്യാ, ഞാൻ എന്റെ ഭാര്യ രക്ഷിക്കട്ടെ. സത്യം പറ, ജീതു ജോസഫ് അല്ലേ. പക്ഷെ ഇത് പടം മോശമൊന്നും കേട്ടോ, പടം നിങ്ങൾക്ക് ഒരു തവണ കാണാൻ കുറച്ചധികം മുൻവിധി എന്നല്ല, കുറച്ച് കണ്ടീഷൻ സപ്ലൈ ഉണ്ട്, എന്നാലും എൻജോയബിൾ പടമാണ്. ഇപ്പം റിവ്യൂസ് നിങ്ങളിപ്പം കുറച്ച് പേരല്ല ഇതിന് ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് പറയാം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓഹോ അങ്ങനെ ഗംഭീര ആക്ഷൻ പടമാണോ അങ്ങനെ ലൈനിൽ പോവാതെ ഒരു ആവറേജ് ആക്ഷൻ പടമായിട്ട് ചെന്നിരുന്ന വേണ്ടി അവർ കുറച്ച് സിറ്റുവേഷൻസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു പോയിന്റിന് ശേഷം കുറച്ചധികം പുഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ മറ്റേ രാജമൗലിയുടെ ഒക്കെ RRR കാണുമ്പോൾ ഒരു പരിധി വരെ അവര് മാന്യമായ ആക്ഷനാണ്, പിന്നെ അങ്ങോട്ട് ദൈവങ്ങളാ എന്ന് പറയുന്ന പോലെയാണ്. ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ഫാമിലി പിന്നെ രക്ഷയില്ല, അവര് ആര് വന്നാലും അടിക്കും, മകൾക്ക് വേണ്ടി കൊല്ലും നിന്നെ എന്ന് പറഞ്ഞിട്ടാണ് അർജുൻ ഇറങ്ങുന്നത്. അതെ, അവിടെ ജോർജ് കുട്ടി പറഞ്ഞല്ലോ കൊല്ലുമെന്ന്, ഇവിടെ തള്ളി എല്ലാരും എന്ന് പറയുന്നത്. പിന്നെ അർജുൻ എനിക്ക് വർക്കാവാഞ്ഞ ഒരു എലമെന്റ് എന്ന് പറയുന്നത് അർജുന്റെ റൈറ്റിംഗ് ആണ്. അത് പുള്ളിക്ക് ഒരു തരത്തിലുള്ളൊരു റിമോഴ്സോ ഒന്നും ആ സാധനം കുറച്ചെങ്കിലും, ഇപ്പൊ ജോർജ് കുട്ടി ആണെങ്കിൽ പോലും ക്ലാസിക് ക്രിമിനലിനൊക്കെ വിളിച്ചാലും പുള്ളിയുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ഇതൊക്കെ ചെയ്തു. ഇതിനകത്ത് അർജുൻ സർജയ്ക്ക് അങ്ങനെ ഒരു അർജുൻ മറ്റേ ക്യാരറ്റ് അരിയുന്നു, ക്യാരറ്റ് അരിയുമ്പോ പോലും ഉണ്ടല്ലോ, ക്യാരറ്റ് അരിയല്ല, ക്യാരറ്റ് വെട്ടി തെറിപ്പിക്കും. പക്ഷേ അഭിരാമം നിങ്ങൾ തെറിക്കാന്ന് പറയുന്നത് അല്ല, എനിക്ക് തോന്നിയത് മറ്റേ മകള് ഇടയ്ക്ക് ഒരാളെ കുത്താൻ വേണ്ടി ഇങ്ങനെ അടുത്ത് വരെ കൊണ്ട് നിർത്തും. അപ്പൊ വില്ലൻ വിചാരിച്ചു കുത്തില്ല, അപ്പൊ ചവിട്ടി കേട്ടു. അപ്പൊ ഞാൻ ആലോചിച്ചു, അപ്പൊ മോളിങ്ങനെ അച്ഛനെ നോക്കുന്ന ഷോട്ട് ആണ്. ഞാൻ ആലോചിച്ചു അതെന്താണ് ആ ഷോട്ടിന്റെ പരിപാടി. അല്ല, എന്റെ ഫാമിലിയാണ് എനിക്ക് വലുത്, അത്രേ ഉള്ളു. അപ്പൊ മോള് വലുതല്ലേ? അല്ല, മോൾക്കൊന്നും പറ്റിയില്ല. ഇപ്പൊ മോള് കൊല്ലുന്ന ലൈനായില്ലേ ഇപ്പൊ മോളുടെ കയ്യിൽ നിന്ന്. അപ്പൊ അങ്ങനെ മോൾ ഓൾറെഡി കൊന്നല്ലോ ആദ്യമേ.
ആക്ഷൻ സീനിലേക്ക് ചരിഞ്ഞു. അതെ അതെ ക്യാരക്ടേഴ്സിനൊക്കെ വിട്ടു. ക്യാരക്ടേഴ്സ് വിട്ടു, അത് ആക്ഷൻ സീനിലേക്ക് പോയി, മനസ്സിലായി. അപ്പൊ അതാണ് പ്രശ്നം. നല്ല ഷോട്ടായിരിക്കും സാർ അത്, പക്ഷെ ഞാൻ കൊല്ലുന്നത് അതൊന്നും നല്ല ഷോട്ടായിരുന്നു. എടുത്തു, അത് തന്നെ അങ്ങനെയാണ് പ്രശ്നം. കഷ്ടപ്പെട്ട് ചാടിച്ച പൊട്ടിയത്. അതെ, നമ്മളിങ്ങനെ ബാലൻസ് ഇല്ലെന്ന്. അതായത് അച്ഛനും അമ്മയും മകൾക്ക് വേണ്ടി ഇത് ചെയ്യുന്നു എന്നുള്ളതിൽ ഓക്കെയാണ്. മകളത് ചെയ്യുന്നില്ല, മകളെ കൊണ്ട് അത് ചെയ്യിക്കുന്നില്ല എന്നുള്ളതാണ് നല്ലത്. അപ്പൊ കുറച്ചുകൂടെ ആ ക്യാരക്ടറിനെ അങ്ങനെ നിർത്താൻ പറ്റും. എനിക്കൊന്ന് പിന്നെ അഭിരാമിക്കായിരിക്കും അത് കുറെ കൂടെ ഉള്ളത്. ആദ്യം മുതൽ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അവസാനം അവരും വല്ലായിട്ട് ആരടിക്കും എല്ലാവരും. അല്ല, ഈ ആക്ച്വലി അഭിരാമിയുടെ ക്യാരക്ടറിനെ ഈ പറഞ്ഞ നമ്മൾ ട്രെയിലർ ഉൾപ്പെടെ കണ്ടല്ലോ ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷെ ഈ പടത്തിനകത്ത് അത് തന്നെ ഈ ട്രെയിലർ, ഈ പടത്തിന്റെ എനിക്ക് തോന്നിയത് ഇപ്പൊ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ടീമോ ഇവർ ഈ പടത്തെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ ഇവർക്ക് ഈ സിനിമ തോന്നുന്നു ട്രെയിലറിൽ ഇട്ടത്. കാരണം അല്ലല്ല, ട്രെയിലർ ഇട്ടതെന്ന് വെച്ചാൽ എന്നാലേ ആൾക്കാരെ എത്തിക്കാൻ പറ്റും. അതർവൈസ് ഒരു ജനറിക് പടമായിട്ട് ആളുകൾ, അതെ, ചിലപ്പോൾ ആൾക്കാർ ചിലപ്പോൾ തിയേറ്ററിലേക്ക് എത്താൻ വേണ്ടി ഇവർക്ക് ഈ ട്രെയിലറിൽ ഇത്ര എലമെന്റ് കാണിക്കണം. 3 പേരും ഫൈറ്റ് ചെയ്യോ? അതെ അതെ, അതുകൊണ്ടാണ്. അതില്ലാതിരുന്നെങ്കിൽ ഈ അതുപോലെ ഈ റൈറ്റിംഗിൽ ഈ അഭിരാമിയുടെ ക്യാരക്ടറിനെ ഈ പുള്ളിക്കാരി ഫൈറ്റ് ചെയ്യുന്ന എലമെന്റിനെ ഇവർ കുറച്ചു നേരത്തെ കൂടെ ഹോൾഡ് ചെയ്ത് ഇന്റർവെല്ലിൽ പ്ലേസ് ചെയ്തിരുന്ന് ഇവർ പുള്ളിക്കാരി ഫൈറ്റ് ചെയ്യും എന്നുള്ള എലമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇരുന്നിരുന്നെങ്കിലേ അതിനൊരു കുറച്ചുകൂടി ഇമ്പാക്ട്ഫുൾ ആണ്. മറ്റേ സീക്വൻസ് അല്ല, അതായത് ഞാൻ 35 ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ 34 ഞാൻ വിജയിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഒരു ഫൈറ്റ് ഞാൻ തോറ്റിട്ടുണ്ട്. അത് ഓക്കെ, നമ്മളിങ്ങനെ സാധാരണ ഒരു ഫൈറ്റ് പോലെ വിട്ടേനെ. പക്ഷെ അത് അതിന്റെ റിവീല് വരേണ്ട പോയിന്റ് കുറച്ചുകൂടെ ആ റിവീല് വരേണ്ടത് ഇന്റർവെല്ലിനായിരുന്നെങ്കിൽ അത് ഗിടിലം സീക്കായിരിക്കും. അതെ അതെ, അപ്പൊ ആ സാധനം ആ റൈറ്റിംഗ്, കാരണം ഇന്റർവെൽ ഇവിടെ വരുമ്പോൾ മറ്റേ ഗുണ്ടകളെ കാണുമ്പോൾ സ്തംഭിച്ചിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അപ്പം അതവിടെ സ്തംഭിക്കേണ്ട കാര്യമില്ല, ഇവിടെ ഓൾറെഡി റിവീൽ ആക്കി കഴിഞ്ഞല്ലോ. അല്ല അത് ആക്ഷൻ പഞ്ച് വരെ ഇവരെടുത്തത് ഇമോഷണൽ മൊമെന്റ് ആക്കി മകളോടുള്ള റിവീൽ. അതാ പറഞ്ഞു, ആക്ച്വലി ഇത് കാണിക്കാൻ വെച്ചിരുന്നെങ്കിൽ ആ പോയിന്റ് നമുക്ക് കാണുന്ന പ്രേക്ഷകർ ഭയങ്കര ഹൈ ആയിരിക്കും. നമുക്ക് പറഞ്ഞ ഒരു ഭയങ്കര ടേക്ക് വേണ്ടോ, ആ മൊമെന്റ് നല്ലതായിരുന്നു. മറ്റേ ഏജന്റ് ടീന കാണിച്ചവളൊക്കെ അതെ. അപ്പം നമുക്ക് ലെങ്ത്തും ഹാൻഡിൽ ചെയ്യും. ഇത് മറ്റേ ഇവര് കഴിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും ചുമ്മാ ചിറ്റപ്പനോട് ചോദിക്കുന്നു. അപ്പൊ അതിന്റെ ചിറ്റപ്പൻ എലമെന്റും ഈ പറഞ്ഞ പോലെ അത് നമ്മൾ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്തു. പക്ഷെ അത് ഹൈഡ് വെച്ചു അവര്, അത് അവരെ ഹൈഡ് ചെയ്ത് വെച്ചു. ചിറ്റപ്പന്റെ മൊമെന്റ് അവർ ഹൈഡ് ചെയ്ത് വെച്ചു. നമ്മള് ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞു ഇത് ചിറ്റപ്പന്റെ പരിപാടി ഇതാണ്. പക്ഷെ ഒരു രസമുള്ള എലമെന്റ് എന്ന് പറഞ്ഞാൽ TV എലമെന്റ് ആണ്. ചുമ്മാ ഒരു രസമാണ്. അതായത് നിങ്ങൾ ഈ പടം മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഈ സിനിമയുടെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീതി മൂന്ന് വർക്ക് ചെയ്യുന്ന മെഡിക്കൽ ഷോപ്പിലെ TV കേടാണ്. പഴയ TV മാറ്റി പുതിയ TV വാങ്ങിക്കുന്നു. ഇതാണ് ഈ പടത്തിന്റെ ആർക്ക്. അവിടെ തുടങ്ങി ഇവിടെ തീരുകയാണ്. പുതിയൊരു TV വാങ്ങിക്കുന്നിടത്ത് പടം ഫിനിഷാണ്. ഇതാണ് ആർക്ക്. ഇതിനകത്ത് നടക്കുന്ന ഇവന്റുകളാണ്. ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇത് ഇൻട്രസ്റ്റിംഗ് ഐഡിയ ആയിരിക്കും. നമ്മൾ കാണുന്ന പടത്തിൽ ഇത് ഇങ്ങനെ വരുന്നത്, ഈ വരുന്ന എലമെന്റ് ഒരു പോയിന്റിലാണ് വരുന്നത്, പിന്നെ ക്ലൈമാക്സിലാണ്. അപ്പോൾ അതാ പറഞ്ഞത്, ആ മെഡിക്കൽ ഷോപ്പിൽ നടക്കുന്ന ഇവന്റ് കാണുന്നിടത്ത് ഭയങ്കര രസമാണ്. പിന്നെ 100 രൂപയ്ക്ക് വലിയ വിലയുണ്ട്. അതെ, അതും 100 രൂപ ഇന്ത്യൻ നോട്ട്സിന്. ആ എലമെന്റ് എനിക്ക് ഭയങ്കര രസമാണ്. അതായത് ഒരു വളരെ ചെറിയ എലമെന്റ്, ആ സാധനം ഈ 100 രൂപയിലേക്ക് ചുരുക്കിയത്. അതായത് ഒരു നോട്ടിന് വേണ്ടിയാണ് വില്ലന്മാരും ആൾക്കാരും എല്ലാവരും ഇവരുടെ പുറകെ വരുന്നത്. നമ്മളെ ഒരു നോട്ടിന് വേണ്ടി എന്തിനാ വരുന്നത്? അപ്പൊ ആ ഒരു നോട്ടിന് അത്രയും വിലയുണ്ട്. ഈ നേരത്തെ പറഞ്ഞ ഓവർ റൈറ്റിംഗിൽ നിന്ന് വന്നൊരു പോസിറ്റീവ് ഇതാണ്. നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവില്ല. നമ്മളിപ്പോ ഒരുപാട് പടങ്ങളിൽ ഇവര് അധികം ശ്രദ്ധിക്കണം എന്ന് പറയുന്ന എലമെന്റ് റൈറ്റിംഗ് ആണ്. അപ്പം പുള്ളി കുറച്ചധികം ശ്രദ്ധിച്ചത്. അതെ, പക്ഷെ അധികം ശ്രദ്ധിച്ച് ഓവർ റിട്ടേൺ പുള്ളിക്ക് തന്നെ ഓവർ റിട്ടേൺ ആവുന്നത് നല്ലതാണോ? പക്ഷെ ഓവർ റിട്ടേൺ ആവുന്നത് നല്ലതല്ല. ഡയറക്റ്റ് ചെയ്ത് സ്മൂത്ത് ആക്കാൻ പറ്റില്ല. അതെ, അതായത് നമ്മൾ ഈ ഓവർ റിട്ടേൺ എന്ന് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം. നമുക്ക് ഒരുപാട്, അതായത് ഇതെന്തുകൊണ്ട് ഇതെല്ലാം നമ്മളെ കാണിച്ചു തരികയാണ്. മറ്റേ നേരത്തെ പറഞ്ഞ സീൻ, ഇവരെ ആ വഴി പോയ എല്ലാവരുടെയും CCTV ഫുട്ടേജ് ഒക്കെയല്ലോ. അപ്പം 8 പേര് ആ വഴി പോയിട്ടുണ്ട്. അപ്പൊ വില്ലൻ വന്ന് നോക്കിയിട്ട് ഇവരാവാൻ ഒരു ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ് വിടുന്നത് അച്ഛനെയും മോളെയാണ്, നമ്മുടെ നായകന്റെ മോളെയാണ്. ബാക്കി എല്ലാവരും പിടിച്ചോണ്ട് വരാൻ പറയും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു സീക്വൻസും കൂടെ ഇവരോട് ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ ഒരാൾ ചുമ്മാ മറ്റേ ദൃശ്യത്തിലെ പോലെ തന്നെ ഞാൻ അതുവഴി പോയപ്പോഴത്തേക്കും ആ വീട്ടിൽ കണ്ട കാഴ്ച എന്ന് പറഞ്ഞിട്ട് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സീക്വൻസ് ഇല്ലെങ്കിൽ വില്ലൻ തന്നെ കണ്ടുപിടിക്കണം. പിന്നെ അർജുൻ നേരെ വില്ലന്റെ അടുത്ത് വരുമ്പോഴത്തേക്കും വില്ലൻ തന്നെ തിരിച്ചറിയണം, ഞാൻ വിട്ടുപോയ അയാളാണല്ലോ ഈ നിൽക്കുന്നത്. അങ്ങനെ ആ സാധനം ഉണ്ടായിരുന്നെ കുറച്ചുകൂടെ ബെറ്റർ റിവീൽ ആണെന്ന് തോന്നുന്നു. അങ്ങനെ അതായത് നമുക്ക് ഈ റിവീലിംഗും പരിപാടിയൊക്കെ ആദ്യമേ ഇല്ലാത്ത ക്യാരക്ടർ പറഞ്ഞു തരുക. അപ്പൊ പിന്നെ നമുക്ക് ആ പോയിന്റ് ഇല്ല. ആ പോയിന്റിൽ വീണ്ടും ഇവര് റിവീലിംഗ് പോലെയാണ് റിവീലിംഗ് ഷോട്ട് പോലെയാണ് എടുക്കുന്നത്. പക്ഷെ റിവീലിംഗ് ഷോട്ട് BGM എല്ലാം ഉണ്ട്. പക്ഷെ അത് നേരത്തെ റിവീൽ ആവും. അപ്പൊ നമ്മൾ എന്തിനാണ് ഇവിടെ വീണ്ടും എന്നുള്ള സംഭവം. എനർജി ഇങ്ങനെ കുറച്ച് ഭയങ്കര വേരിയേഷനാണ്. എനർജി വേരിയേഷൻ ഭയങ്കരമാണ് ഈ ക്യാരക്ടേഴ്സിനായാലും. അർജുൻ്റെ ഉൾപ്പെടെ ഭയങ്കര ഒരു എനർജി വേരിയേഷൻ നമുക്ക് കാണാൻ പറ്റും ത്രൂ ഔട്ട് പടത്തിൽ. അതായിരുന്നു എനിക്കൊരു ഭയങ്കര, നമ്മളീ പറഞ്ഞാൽ മറ്റേ പവർ ആവാനുള്ള മൊമെന്റുകളിൽ ഇപ്പൊ പ്രീതി മൂന്നിന് പവറുണ്ട്, ചിലപ്പം അഭിരാമി ചിലപ്പോൾ പവർ ഉണ്ടാവും, അപ്പോൾ പുള്ളി സ്ലോ ആയിരിക്കും. അങ്ങനെ അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ഭയങ്കര
ഒരേ ഒരു മൂഡിലേക്ക് ഇത് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഈ എല്ലാവരുടെയും എനർജി വേരിയേഷൻ ഭയങ്കരമാണ്. അപ്പം അതിങ്ങനെ ത്രൂ ഔട്ട് നമുക്കും ഇങ്ങനെ പടം ഇങ്ങനെ നല്ല പവറിൽ ഇങ്ങനെ പോകണമല്ലോ പടം എന്ന് തോന്നുന്നിടത്തുനിന്ന് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇടിച്ച് നിന്ന് ഇങ്ങനെ പയ്യെ. അതെനിക്ക് ഒരു കാര്യം തോന്നുന്നില്ല, ഇവർ ഷൂട്ട് ചെയ്ത സമയത്ത് യൂസ് ചെയ്ത ഭാഷ, അതായത് സ്ലാങ് വേറെയാന്ന് തോന്നുന്നു. കാരണം ത്രൂ ഔട്ട് പടത്തി ഡബ് ചെയ്തേക്കുന്ന വേറെ സ്ലാങ്ങിലാണ്. ഇവര് എല്ലാ ഡയലോഗും ചുമ്മാ ചുണ്ടനക്കുന്നതും വേറെയാണ്. കാരണം ഇവര് സ്ലാങ്ങില് അത് പോതും എന്ന് പറയുകയാണെങ്കിൽ വേറൊരു സാധനമായിരിക്കും ഡബിങ്ങിൽ വരുന്നത്. അതെന്തോ അതിപ്പം നമ്മളതിപ്പോൾ എത്ര പടം നമ്മളും തമിഴിൽ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടോ, ഈ എല്ലാ പടത്തിലും നമ്മൾ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. കറുപ്പ് പിന്നത് കറക്റ്റ് ചെയ്ത് നമ്മളന്ന് ഇതിൽ പറഞ്ഞതാണ് ഈ കറുപ്പിന് എന്തോ ഇഷ്യൂ. അത് പറഞ്ഞപ്പോഴാണ് ഇതിന്റെ സൗണ്ട് മിക്സിങ് ഭയങ്കര രസമായിരുന്നു. അതുകൊണ്ട് ഈ ഫൈറ്റ് സീക്വൻസിൽ കുറച്ചധികം രസം ഉണ്ടായിരുന്നു. ഈ സൗണ്ട് ഡിസൈൻ പരിപാടി, സൗണ്ട് ഡിസൈൻ കുറച്ച്, കാരണം അവർ എനിക്ക് തോന്നുന്നു കൂടുതൽ ചെലവഴിച്ചത് സൗണ്ട് ഡിസൈന്, കട്ട്സ്, അങ്ങനെ വേറെ കുറെ മ്യൂസിക് ഇങ്ങനെ ഭയങ്കര മോഡ് നിൽക്കുന്ന രീതിയിലല്ല. ഈ ഫൈറ്റ് തുടങ്ങുമ്പോഴത്തേക്കും അതിന്റെ ലെവൽ കുറച്ച് കുറയും. യൂഷ്വലി മ്യൂസിക് വരുമ്പോഴത്തേക്കും മറ്റേ എസ്പെഷ്യലി രവി ബസറിന്റെ മ്യൂസിക് വരുമ്പം പുള്ളിയുടെ മ്യൂസിക് ഭയങ്കര മുകളിലായിരിക്കും. സൗണ്ട് ഡിസൈൻ അതിന്റെ ഇടയ്ക്ക് അത് ലയിച്ചു പോകും. ഇത് സൗണ്ട് ഡിസൈൻ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അത് ഈ ആക്ഷൻ പടത്തിൽ എപ്പോഴും സൗണ്ട് ഡിസൈൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു ഘടകമാണ്. ആ മെയിൻ ഒരു മ്യൂസിക് അല്ല, എന്തോ ഇംഗ്ലീഷ് സംഭവം തുടക്കമൊക്കെ അത് വരുമ്പോഴത്തേക്കും നമുക്ക് എന്തോ സംഭവിക്കാൻ രസമുള്ള പരിപാടിയാണ്. ആക്ച്വലി മെയിൻ ആയിട്ട് അത് ഇവിടെ കാണിക്കണം, പ്രീതി മോഹനെ കാണിക്കണം കൂടുതലും. പുള്ളിക്കാരിക്ക് നല്ല മ്യൂസിക് കിട്ടിയത്. പുള്ളിക്കാരിക്ക് നല്ല ഈ പടത്തിലെ പ്രോട്ടഗോണിസ്റ്റ് പ്രീതി മോഹൻ ആക്ച്വലി പുള്ളിക്കാരിയാണ് സ്ക്രീൻ മൊത്തം നിറഞ്ഞിരിക്കുന്നത്. ആദ്യം അവസാനം പറയാം, പുള്ളിക്കാരി ഓഡിയൻസ് പോലെയാണല്ലോ. അത് അർജുൻ പഠിപ്പിക്കുന്നതൊക്കെ ഓഡിയൻസിനെ പഠിപ്പിക്കുന്ന പോലെയാണ് കൊച്ചു. അതായത് എവിടെ തപ്പ് കണ്ടാലും തട്ടി കേൾക്കണം. ഈ വേറെ എലമെന്റ് ആണ്, ഈ ഗ്രാമത്തെ രക്ഷിക്കാൻ അങ്ങോട്ട് പോകുന്നില്ല, അവരോട്ടൊരു ബന്ധമില്ല. അതായിരുന്നു ഈ പടത്തിനകത്ത് ഏറ്റവും ഭയങ്കര ഒരു പോയിന്റ്. നമ്മൾ ഡാർക്ക് കോമഡി ആവേണ്ടി ചിരിക്കാമല്ലോ. അതായത് ഈ പടത്തിന്റെ ഇത്രയും ഹീറ്റായിട്ട് വരുന്ന പോയിന്റ് മറ്റേ പെട്ടെന്ന് മറ്റേ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒരു പാട്ടിട്ടിട്ട് ഒരു പരിചയമില്ലാത്തൊരു ഗ്രാമം അല്ല, ഒരു പരിചയമില്ലാത്തൊരു ഗ്രാമത്തെ കുറിച്ച് കാണിക്കുക. അവര് കല്യാണം കഴിക്കുന്നു. അല്ല, ഇവരത് പ്ലേസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായത്, ഇത് ഈ B ക്ലാസ് C ക്ലാസ് തിയേറ്ററുകളിൽ തമിഴ്നാട്ടിൽ വർക്കാവുന്ന ഐറ്റം ആണെന്ന് അവർക്ക് നല്ലപോലെ അറിയാം. അതായത് നമ്മൾ ഈ പറഞ്ഞ സോക്കോൾഡ് ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാനുള്ള ഒരു ചെറിയ എലമെന്റ് ഏതാ, ഗ്രാമത്തെ രക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഗ്രാമത്തിലെ ആൾക്കാർക്ക് എന്തോ സംഭവിക്കുന്നു, അവരെ ഇവര് രക്ഷിക്കും. പക്ഷെ ഇവര് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് അല്ല. അതും നല്ലൊരു എലമെന്റ്. അത് നല്ല ആക്ച്വലി എനിക്കത് ഈ പോയിന്റ് വരുന്നവരെ ഇവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത 3 പേര് ഈ 1300 പേരെ രക്ഷിക്കുന്നു. അതെ, ഈ പടത്തിന്റെ മൊത്തത്തിൽ ആ ലൈനാണ്. അതായത് ഈ അച്ഛന്റെ ക്യാരക്ടർ മകൾക്ക് പറഞ്ഞെടുക്കുന്നത് നമുക്ക് പരിചയം ഉണ്ടാവണമെന്നില്ല ഒരാളെ നമ്മൾ രക്ഷിക്കാനോ ഒരാളെ സഹായിക്കാനോ എന്നുള്ള എലമെന്റ്. അപ്പോൾ ആ എലമെന്റിനെ ഇവർ ത്രൂ ഔട്ട് പടത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അവിടെ ഇവർക്ക് ഇതൊരു ഒരു പോയിന്റിലൂടെ പുഷ് ചെയ്യാം എന്നുള്ള ആ ഡിസിഷൻസ് ആണ് കുറച്ച് ഒന്ന് അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായി. അച്ഛൻ ഇങ്ങനെ ആവാനുള്ള കാരണം അച്ഛന്റെ ചേച്ചി ഒരു കഥ പറയും, അത് അങ്ങോട്ട് പോകാത്തതും എനിക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു. സ്കൂട്ടർ ഇതിനകത്തും ഒരു ഫോട്ടോയ്ക്കകത്തും അത് ഒതുക്കിയത് അത് വർക്കാണ്. അത്രയും മതി. അതായത് ജസ്റ്റ് കോൺവെർസേഷനിൽ ഒതുക്കിയത് അച്ഛൻ്റെ മകളോട്. അത് പുള്ളി പറയുന്നത് ഭയങ്കര ഇമോഷണൽ ആയിട്ടൊന്നും അല്ല, ഭയങ്കര ക്യാഷ്വൽ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അത് എന്താന്ന് പോലും പറയുന്നത്, എന്റെ പെങ്ങൾക്ക് ഒരു തപ്പുണ്ടായി, പക്ഷെ അത് ആർക്കും തപ്പ് നടന്നു എന്നുള്ളതാണ്. അത് തടയാൻ ആരും ശ്രമിച്ചില്ല, പുള്ളിക്കും പറ്റിയില്ല. അത് ബേസിക്കലി അന്യന്റെ അകത്തെ ഒരു വലിയ മേജർ സീക്വൻസ് ആണ്. അത് മറ്റേ തുടക്കം തൊട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എലമെന്റ് ആയിട്ട് തോന്നുന്നു. ഈ ഇന്റർകട്ടില്ലേ, 2 ഓപ്പോസിറ്റ് നിൽക്കുന്ന എലമെന്റ്സ് തമ്മിലുള്ള ഇന്റർകട്ട്. അപ്പം തുടക്കം ഈ മോള് കൊച്ചായിരിക്കുമ്പോൾ തന്നെ അച്ഛൻ എന്ത് സാധനം ഉണ്ടെങ്കിലും നീ തട്ടി കേൾക്കണം എന്ന് പറഞ്ഞിട്ട് മറ്റേ കരാട്ടെ ഡ്രസ്സിന്റെ വള്ളി മുറുക്കുന്നു. അമ്മ ഒരു പ്രശ്നത്തിലും ചെന്ന് ചാടുക. അപ്പം അങ്ങനെ ഇന്റർകട്ട് ഉണ്ട്. ഇവന് സെക്കൻഡ് ഹാഫിൽ അതുപോലെ തന്നെ അച്ഛനും മോളും കൂടെ വില്ലന്റെ അവിടെ ചെന്നിട്ട് ക്ലൈമാക്സ് ഇവിടെ ഉള്ള ഒരുത്തനും ജീവനോടെ പുറത്തു പോരെന്ന് പറയുന്നു. നേരെ തിരിച്ച് അമ്മയും ആങ്ങളെയും കൂടെ ഇവിടെ ഉള്ള ആരും ചാകരുത്, ആ ഇന്റർകട്ട്. അപ്പൊ അത് രസമുള്ള പരിപാടിയാണ്. ഇങ്ങനെ അത് ഡയറക്ടറുടെ ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. മൾട്ടിപ്പിൾ ടൈംസ് എനിക്ക് ഈ ഇന്റർകട്ട കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് ഇവരുടെ ഈ 3 പേർക്ക് സെപ്പറേറ്റ് ഇൻട്രോ അച്ഛനുമാരെ എന്റെ മനസ്സിൽ ഈ അച്ഛനും മകൾക്കും ഒരു ഒറ്റ ഇൻട്രോ ഇന്റർകട്ടിങ് ഇൻട്രോ ആയിരിക്കണം. അപ്പോൾ ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ, ഇവര് മറ്റേ പുള്ളി ഹെഡ് മാസ്റ്റർ ആണ്. അത് ട്രെയിലറിന്റെ കട്ടിനകത്ത് ഈ സാധനം ഉണ്ടായിരുന്നു. ഹെഡ് മാസ്റ്റർ ആണെന്ന് പറയുമ്പോൾ അപ്പുറം കരാട്ടെ നടക്കുന്നു. ആ സാധനം ഈ കോൺട്രാസ്റ്റ് ആ എലമെന്റിലാണ് അങ്ങനെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നത്. ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞുള്ള സാധനത്തിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. മറ്റേ ആ ഒരിടത്ത് പറയുന്ന മാസ്റ്റർ അപ്പുറത്ത് കേൾക്കത്തുള്ളൂ. അപ്പൊ അത് അല്ല, അതാ പറഞ്ഞ ആ എലമെന്റ് ഒക്കെ നമ്മൾ ഈ പറഞ്ഞ മറ്റേ ഓവർറിട്ടൺ ആ എലമെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന സംഭവമാണ്. ഓവർറിട്ടൺ കാരണം നമുക്ക് ഈ വില്ലന്മാരുടെ കഥയിലേക്ക് പോകുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റ് ലോ ആണ്. അപ്പൊ അവിടെ പുള്ളി അത് മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും കുറച്ചധികം ഡീറ്റെയിൽസ് ഇട്ടേക്കുന്നത്. പക്ഷെ അത് എന്തോ ഒരു ഇച്ചിരി ബാലൻസ്. അതായത് നമ്മൾ അർജുന്റെ സ്ക്രീൻ സ്പേസ് വളരെ കുറവായിട്ടാണ് നമുക്ക് ത്രൂ ഔട്ട് പടത്തിൽ ഫീൽ ചെയ്തിട്ടുള്ളൂ.
ഇല്ലേ പുള്ളി വരുന്നതും പുള്ളി അങ്ങനെ ഭയങ്കര കുറവാണ്. അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ മെയിൽ എലമെന്റ് വന്നിട്ട് ഫീമെയിലിനെ രക്ഷപ്പെടുത്തുന്ന ആ ഒരു സംഭവം മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടും കൂടെയാണ്, അതായിരിക്കും ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലാതെ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഈ പടത്തിൽ മെയിൻ നായകൻ ഞാനല്ലേ? അതുകൊണ്ട് അവിടെ പലയിടത്തും ഉണ്ട്, അതുണ്ട്. ബട്ട് അത് ഇങ്ങനെ പറയുന്ന പോലെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന എലമെന്റ് ആയപ്പോൾ ഇടയ്ക്ക് തന്നെ അർജുനടുത്ത് ചോദിക്കുവാണ് മകളുടെ കല്യാണക്കാര്യം അമ്മ പറയുമ്പോഴൊക്കെ ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ പൊതു ചർച്ച, അതൊക്കെ ചുമ്മാ ഇങ്ങനെ കസേരയിൽ ചർച്ച ചെയ്ത് വിടുന്നുണ്ട്. ഞങ്ങൾ വളരെ പ്രോഗ്രസീവ് മൂവിയാണ്. അതെ അതെ. അതായത് ഈ ഡയറക്ടർ പുതിയ ആളാണല്ലോ. അപ്പോൾ എന്റെ ഒരു പുതിയ ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ ഇതാണ് എന്റെ പൊളിറ്റിക്സ്, അല്ല ഇതാണ് എന്റെ ഐഡിയോളജി എന്നുള്ളത് പുള്ളി ഇങ്ങനെ പറഞ്ഞു വിടുകയാണ്. ബട്ട് പടം ഓവറോള് കണ്ടിറങ്ങുമ്പോൾ ഒരു ഫണ്ണുണ്ട്. അവിടെ ഇവിടെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഇപ്പം നമ്മൾ പറയുന്ന അത്രയും ആളുകൾ ശ്രദ്ധിക്കോ ഇല്ലയോ എന്ന് നമുക്ക് ഡൗട്ടാണ്. അതെ, മറ്റുള്ളവരുടെ റിവ്യൂസ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഒരു പക്ഷേ ഈ പടത്തിന്റെ ട്രെയിലർ പോലും കാണാൻ ഒരാൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. അതെ, ഈ പടത്തിന്റെ ട്രെയിലർ കാണാനാണ് ചിലപ്പോൾ ഒരു ബ്ലാസ്റ്റിനെ പറ്റി അഭിപ്രായം കേൾക്കുന്നുള്ളൂ. ചുമ്മാ കണ്ടേക്കാം. ടിക്കറ്റ് കിട്ടിയില്ല എന്നാൽ വേറെ ആക്ഷൻ പടം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ബ്ലാസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ കയറി കാണുന്നവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും തോന്നുന്നു. ട്രെയിലർ കാണുമ്പോൾ നമുക്ക് കുറെ കൂടെ ഫുൾ പടത്തിന്റെ ഒരു ഐഡിയ ട്രെയിലറുണ്ട്. പടം ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷേ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അവിടെ. പക്ഷേ ആ പ്രശ്നങ്ങളെ നമുക്ക് ഒരു പരിധി നമുക്ക് മറക്കാവുന്നേ ഉള്ളൂ. നമുക്ക് പണം കണ്ട് ഇറങ്ങി പോകാം. അല്ലാതെ നമ്മളെ ഇത് ഭയങ്കരമായിട്ട് മുഷിപ്പിച്ച് പണ്ടാറടക്കുന്നില്ല. പണം നല്ല നമ്മൾ എപ്പോഴും ഒരു പടത്തിന് ഇപ്പം പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഉള്ള പടമാണെങ്കിൽ ഏതിനാണ് വെയിറ്റേജ് കൂടുതൽ നോക്കിയിട്ടാണ് നമ്മളെ ഫൈനൽ നമ്മൾ എൻജോയ് ചെയ്യുന്നത്. ഇതിന്റെ നെഗറ്റീവ്സ് നമുക്ക് കുറച്ചൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന. അതെ, നമുക്ക് പോസിറ്റീവ്സ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ചുകൂടെ എൻജോയബിൾ ആണ്. സോ അപ്പോൾ ഇതാണ് നമുക്ക് ബ്ലാസ്റ്റിനെ പറ്റി പറയാനുള്ളത്. സോ പടം കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി കണ്ടു നോക്കൂ. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയൂ. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു, നിങ്ങൾക്ക് എന്ത് വർക്കായില്ല എന്നതിനെ പറ്റി കമൻറ്റിൽ പറയൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ സ്റ്റൈൽ ഓഫ് ആക്ഷൻ വർക്കായിട്ടുണ്ടോ? ഫാസ്റ്റ് ഇടി. അതെ, എന്നാലും ഫുള്ളി ഫാസ്റ്റ് ഇടിയിലേക്ക് പോയിട്ടില്ല. സ്റ്റിൽ നമുക്ക് ഒരു പരിധി വരെ ഇപ്പം നമുക്ക് കമ്പയർ ചെയ്യാനാണ് ഈ രണ്ട് പടത്തെയും കമ്പയർ ചെയ്യുന്നത്. ഇന്ന് ഇറങ്ങിയതുകൊണ്ടും ഇങ്ങനെ കുറച്ച് സിമിലാരിറ്റീസ് ഉള്ളതുകൊണ്ടും ഈ കാട്ടാടൻ്റെ ഇതിൻ്റെ ഫൈറ്റ് സീക്വൻസിൽ തമ്മിൽ കുറച്ച് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇത് ഫീൽ ചെയ്തു. അതിനുള്ള റീസൺ നമ്മൾ പറഞ്ഞു, മറ്റേ ഈ ഓവർ സ്ലോ മോഷൻ പരിപാടികളൊന്നും ഇട്ട് ഒരുപാട് നേരം നമ്മളെ വലിപ്പിക്കാതെ ആ ഫൈറ്റിനൊരു, ബട്ട് അത് എല്ലാ ഫൈറ്റിനും ഇല്ല, അത് സ്റ്റിൽ അത് ഇതിനകത്ത് കുറച്ച് ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. രണ്ട് പടവും ഓവർ ദ ടോപ്പ് ആണ്. അതെ, ഓവർ ദ ടോപ്പ് പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് എനിക്കൊന്ന് കുറച്ചുകൂടെ വർക്കാൻ ചാൻസ് ഉള്ള പടമാണ്. ഒന്ന് ഓവർ ദ ടോപ്പ് ഫാമിലി പടം, മറ്റൊന്ന് ഓവർ ദ ടോപ്പ് വയലൻസ് പടം. അവിടെ കുടുംബമല്ല കുടുംബങ്ങളാണെന്നുള്ളത്. ബട്ട് ആ എലമെന്റിലേക്ക് പോണില്ല. പക്ഷെ ഇവിടെ ഫുള്ള് കുടുംബമാണ്. അതെ, ഒരു ഫാമിലി ആക്ഷൻ പടമാണ്. അർജുൻ ഫാൻസിനും വേണേ ഒന്ന് കയറി കാണാം. അതെ, പഴയ അർജുൻ, എനിക്ക് പഴയ ഗിരി, ഏഴുമല ഗിരിയൊക്കെ ഭയങ്കര ഇഷ്ടം. ഗിരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടം. അപ്പോൾ ആ വൈബ് ഉണ്ടല്ലോ പുള്ളിയുടെ. ഗിരിക്കകത്ത് പറഞ്ഞ തല കേട്ടി പുള്ളിയുടെ വരവുണ്ടല്ലേ. ഇന്റർവൽ പഞ്ചൊക്കെ പാട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഒരു പാട്ടുണ്ട്, തുടക്കത്തിലൊരു പാട്ടുണ്ട്, അത് കഴിഞ്ഞ് വേണില്ല. സോ അപ്പോൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക്, ഷെയർ, പിന്നെ കമന്റ് ചെയ്യുക. നിങ്ങൾ പിന്നെ ഹൈപ്പ് ചെയ്യുക കേട്ടോ. കമന്റിലാണ് നമ്മൾ വീണു പോകുന്നത്. അതെ, നല്ല നല്ല കമന്റുകൾ വരട്ടെ.